ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാർണേഷൻ അല്ലെങ്കിൽ ക്ലോവ് പിഗ് എന്നും അറിയപ്പെടുന്ന ഡയാന്തസ് കാരിയോഫില്ലസ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. 80 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ബഹുവർഷ കുറ്റിച്ചെടിയാണ് നമ്മുടെ ഡയാന്തസ്. 15 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള നേർത്ത ഇലകൾ സ്വാഭാവികമായി നരച്ച പച്ച നിറത്തിലും പച്ച കലർന്ന നീല നിറത്തിലൊക്കെയായിട്ട് കാണപ്പെടുന്നു. പൂക്കൾ ഒന്നു മാത്രമായോ 5-ൽ കൂടുതൽ പൂക്കൾ ഒന്നിച്ചു ചേർന്നോ കാണപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉദ്യാനങ്ങളെ മനോഹരമാക്കാനായിട്ട് ഈ ഡയാന്തസ് സുന്ദരികൾക്ക് കഴിയുന്നതാണ്. നമ്മുടെ ഉദ്യാനങ്ങളിൽ ബോർഡറായോ അതല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നിരത്തി നട്ടുപിടിപ്പിച്ചിട്ടോ അതും അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടുകളിൽ ഒരു ചട്ടിയിൽ തന്നെ 2-3 കളറുകൾ മിക്സ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പേപ്പർ കട്ടിങ്സ് പോലെയാണ് ഈ പൂക്കളുടെ സൈഡുകളെല്ലാം വരുന്നത്. ഈ ചെടി നമ്മൾ നഴ്സറികളിൽ നിന്നും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തെ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് നല്ല ജൈവവളം കുറച്ച്, പിന്നെ കുറച്ച് എല്ലുപൊടി, അങ്ങനെ കുറച്ച് വളങ്ങളും നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ചെടി നട്ടു പിടിപ്പിച്ചിട്ട് കുറച്ച് നാൾ തണലത്ത് വെക്കണം. അവിടെ ഇരുന്ന് ചെടി ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ പതിയെ നമുക്ക് വെയിലത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കാണാനായിട്ട് കഴിയും. മാസത്തിലൊരിക്കൽ അത്യാവശ്യം നല്ല രീതിയിൽ ജൈവവളമോ അതല്ലെങ്കിൽ രാസവളമോ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പൂക്കൾ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്കിതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കാര്യമായ കീടങ്ങളൊന്നും കാണാറില്ല. ഇടയ്ക്ക് ഇതിനകത്ത് ചെറിയ പച്ചപ്പുഴുക്കൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ മരുന്നൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ചെടി വളർന്നു വരും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന ചെടികളാണെങ്കിൽ യാതൊരു പോട്ടി മിക്സും ചേർക്കാതെ വെറുതെ നമ്മുടെ മണ്ണിനകത്ത് വെച്ച് പിടിപ്പിക്കുക. അത് പിടിച്ച് കഴിയുമ്പോൾ നമ്മളത് വീണ്ടും റീപോർട്ട് ചെയ്തെടുക്കുക. ആ ഒരു സമയത്താണ് കേട്ടോ അതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെയുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ള ഡയാന്തസിൻ്റെ സുന്ദരികളാണ് കേട്ടോ. അപ്പം നമുക്ക് പലപ്പോഴും വീഡിയോസ് എടുത്ത് ഇടാൻ പറ്റാറില്ല. പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് എല്ലാം കഴിഞ്ഞു പോകാറാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കളർ സെലക്ഷനൊന്നും ഇല്ലാത്തവർക്ക് ഡയാന്തസിൻ്റെ എത്ര പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്ത് അയച്ചു തരും. ചില സമയത്ത് നമുക്ക് കസ്റ്റമർ ഫോട്ടോ ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കളർ സെലക്ഷൻ്റെ ഒരു കാര്യം പറഞ്ഞത്. അതല്ല, കളർ സെലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഒന്ന് സെൻഡ് ചെയ്ത് തരണം. എന്നിട്ട് നമ്മൾ പ്ലാന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് റിപ്ലൈ തരാം. കൂടാതെ മറ്റൊരു കാര്യം കൂടിയും പറയുകയാണ്, നമ്മുടെ ഫോണിലേക്ക് വിളിക്കാതെ വാട്സപ്പ് വഴി പരമാവധി മെസ്സേജുകൾ അയക്കാനായിട്ട് നോക്കുക കേട്ടോ. അതായിരിക്കും എനിക്കും കുറച്ചും കൂടി സൗകര്യം വരുന്നേ. നിങ്ങളെപ്പോൾ വിളിക്കുമ്പോഴും ഒരുപക്ഷെ നമുക്ക് എടുക്കാനോ വിളിക്കാനോ തിരിച്ച് വിളിക്കാനോ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ഇടുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ ഒരു സമയത്ത് ഇരുന്നിട്ട് ഫ്രീ ആകുമ്പോൾ മെസ്സേജ് എല്ലാം നോക്കി എല്ലാറ്റിനും റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മൾ കറക്റ്റ് റിപ്ലൈസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഡിലേ ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡയാന്തസിൻ്റെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.